Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed the topic relating to advantages of departmental accounting. That is, advantages or importance or need or purposes of departmental accounts. Today we are going to discuss what are the differences between branches and departments. What are the differences between branches and departments? The first difference is on the basis of meaning. That is the meaning difference. Branches. Branches are offspring organizations set up at different places by a parental organization known as the head office to increase the volume of sales. അപ്പം വോളിയൂം ഓഫ് സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വേറൊരു സ്ഥലത്ത് ഒരു സ്പെഷ്യൽ പ്ലേസിൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ഓപ്പൺ ചെയ്യുന്ന ഓഫ് സ്പ്രിങ് ഓർഗനൈസേഷനെയാണ് എന്തെന്ന് പറയുക, ബ്രാഞ്ചസ് എന്ന് പറയുക. സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിൽ നമ്മൾ പുതുതായിട്ട് അതിൻ്റെ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക, ബ്രാഞ്ചസ് എന്ന് പറയുക. But in departments, a department is an organizational subunit specialized in some product or activities which are distinct from other sections or subunits or organizations. ഒരു റൂഫിനകത്ത് തന്നെ, മറ്റെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്ലേസസിലായിരിക്കും. ഇതെന്ന് പറയുന്ന ഒരു റൂഫിനകത്ത് തന്നെ പല സെക്ഷനാക്കിയിട്ട് പല ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഫറൻസ് ഈസ് ദാറ്റ് segregation of units. Branches are units physically segregated from head office. Branches are the other units is physically segregated from head office. Head office നിൽക്കുന്നിടത്ത് ഒരിക്കലും എന്തുണ്ടാവില്ല, ബ്രാഞ്ചസ് ഉണ്ടാവില്ല. അത് ഫിസിക്കലി സെപ്പറേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് കൊട്ടിയത്താണ് ഹെഡ് ഓഫീസ് എങ്കിൽ പിന്നെ കൊല്ലത്തോ അല്ലെങ്കിൽ കരുനാപ്പള്ളിയിലോ ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നത്. സെയിം പ്ലേസിൽ തന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യില്ല. ഫിസിക്കലി സെപ്പറേറ്റഡ് ആണ് എന്തെന്ന് പറയുന്നത്, ബ്രാഞ്ചസും ഹെഡ് ഓഫീസും എന്ന് പറയുന്നത്. ഓക്കെ. ബട്ട് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓപ്പറേറ്റ് ഇൻ ദ സെയിം ബിൽഡിംഗ് അലോങ് വിത്ത് ദ മെയിൻ ഓഫീസ്. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സെയിം ബിൽഡിങ്ങിനായിരിക്കും, ഒരു റൂഫിനകത്ത് തന്നെ ആയിരിക്കും അവിടെ എന്താണ് ആ ഒരു സെയിം മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സെയിം മെയിൻ ഓഫീസിൻ്റെ അണ്ടറിൽ തന്നെ ആയിരിക്കും എന്തെന്ന് പറയുക, ഡിപ്പാർട്ട്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇത് സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് സെഗ്രിഗേഷൻ ഓഫ് യൂണിറ്റ്സ് ആണ്. ദെൻ തേർഡ് വൺ പ്ലേസ് ഓഫ് ബിസിനസ് ആണ്. Third one, place of different business on the basis of place of business. In branches are established at different places, one branch being away from another branch. അപ്പോൾ ഡിഫറെൻറ്റ് പ്ലേസസിലായിരിക്കും എന്ത് ചെയ്യുക, ബ്രാഞ്ചസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന. ഒരു സ്ഥലത്ത് ഒരു ബ്രാഞ്ച് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ബട്ട് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് വൺ പ്ലേസ് അണ്ടർ ദ സെയിം റൂഫ് ഓഫ് എ ബിൽഡിംഗ്. സെയിം പ്ലേസിൽ ഒരു റൂഫിൻ്റെ അണ്ടറിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. The fourth difference is that type of activity. On the basis of type of activities, branches perform the same activity as that of the head office. Head office എന്ത് ആക്ടിവിറ്റി ആണോ ചെയ്യുന്നത്, സെയിം ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് തന്നെയായിരിക്കും ആര് ചെയ്യുക, ബ്രാഞ്ചസ് ചെയ്യുന്നത്. ബട്ട് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാരി ഓൺ ഡിഫറെൻറ്റ് ലൈൻസ് ഓഫ് ആക്ടിവിറ്റീസ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആക്ടിവിറ്റി ആയിരിക്കില്ല മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്നത്. ഓക്കെ. ഒന്നിപ്പം ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയുടെ ബേസിൽ ബ്രാഞ്ചസിലാണെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആയിരിക്കും, ബട്ട് ഇൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആയിരിക്കും. ഓക്കെ. ദെൻ ഫിഫ്ത്ത് വൺ പർപ്പസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, പർപ്പസ് ആണ്. ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് ഇൻ ബ്രാഞ്ചസ് ആർ ഓപ്പൺ ടു ഇൻക്രീസ് സെയിൽസ് ആൻഡ് സെയിൽസ് ടെറിട്ടറി ഓഫ് ദ ബിസിനസ്. അപ്പം സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ സെയിൽസ് ടെറിട്ടറി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തോ ഓപ്പൺ ചെയ്യുന്നത്, ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടു ഇൻക്രീസ് ദ സെയിൽസ് വോളിയം. ഓക്കെ. ബട്ട് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഓപ്പൺ ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ദ ബിസിനസ്. ഓരോ പർട്ടിക്കുലർ വർക്കിൻ്റെയും എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ ആക്ടിവിറ്റിയുടെയും എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് ക്രിയേറ്റ് ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റ്സ്. മറ്റത് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ, ഇവിടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ പർപ്പസ് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ, കൺട്രോൾ. ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ, in branches, head office often
fails to have control over the branches as the branches are usually set up at far away places. നമുക്കറിയാം ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും, ഡിഫറെൻറ്റ് പ്ലേസസിലായിരിക്കും. ആ ഡിഫറെൻറ്റ് പ്ലേസസിൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഹെഡ് ഓഫീസിന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോൾ കൺട്രോളിൽ എന്തായി പോകാം, ഫെയിലായി പോകാനുള്ള സാധ്യത എവിടെ ഉണ്ട്, ബ്രാഞ്ചസിലുണ്ട്. ബട്ട് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് constant touch with the various departments help the management to have effective control over the business. എന്നാൽ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്, അവിടെ തന്നെയാണ് സെയിം മാനേജ്മെൻറ്റ്, ആ റൂഫിൻ്റെ അണ്ടറിൽ തന്നെയാണ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ മെയിൻ ഓഫീസ് അവിടെ തന്നെയുണ്ട്. അപ്പം ആ മെയിൻ ഓഫീസിന് അല്ലെങ്കിൽ ടോപ്പ് അതോറിറ്റീസിന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്, പ്രോപ്പറായിട്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാം. കാരണം അവർക്ക് എപ്പോഴും എന്താണ്, അത് എല്ലാം തന്നെ കാണാൻ പറ്റും, അവിടെ പോയി എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. തൊട്ടടുത്തത് അവിടെ തന്നെയാണ്, അവരുടെ ചുറ്റുവട്ടത്ത് തന്നെയാണ്, അവരുടെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, പ്രോപ്പർ കൺട്രോൾ എക്സസൈസ് ചെയ്യാൻ എവിടെ സാധിക്കും, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ സാധിക്കും. എന്നാൽ ബ്രാഞ്ചസിൽ എന്താണ്, പ്രോപ്പർ കൺട്രോൾ എക്സസൈസ് ചെയ്യാൻ ഫെയിൽ ആകുന്നുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സെയിം പ്ലേസിൽ തന്നെയാണ്, ഡിപ്പാർട്ട്മെൻറ്റിൽ സെയിം പ്ലേസസ് തന്നെയാണ്, മറ്റേതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്ലേസസ് ആണ്. അതുകൊണ്ടാണ് എന്താണ്, ഡയറക്റ്റ് കൺട്രോൾ എവിടെ പോസിബിൾ അല്ല, ബ്രാഞ്ചസിൽ പോസിബിൾ അല്ല. ബട്ട് ഡയറക്റ്റ് കൺട്രോൾ എവിടെ പോസിബിളാണ്, ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഡയറക്റ്റ് കൺട്രോൾ പോസിബിളാണ്. ഓക്കെ, ആൻഡ് സെവൻത്ത് ഡിഫറൻസ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഡിവിഷൻ. On the basis of division in branches can be either inland or foreign. അപ്പോൾ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഇൻലാൻഡ് ആകാം, അതുപോലെ ഫോറിൻ ആകാം. അപ്പോൾ സപ്പോസ് ഇന്ത്യയിലാണ് ഹെഡ് ഓഫീസ്, നമ്മൾ ഗൾഫ് കൺട്രീസിൽ നമ്മളൊരു ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ അതെന്താകാം, ഫോറിൻ ബ്രാഞ്ച് ആകാം. ഓക്കെ, ബട്ട് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ സെറ്റപ്പ് വൺ പ്ലേസ് ആർ ഇൻലാൻഡ് ഇൻ നേച്ചർ. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ്, ഒരു റൂഫിൻ്റെ അണ്ടറിൽ തന്നെയാണ്. അത് നമ്മൾ ഇന്ത്യയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻലാൻഡ് തന്നെയാണ്, അത് ഫോറിനിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് എന്ത് തന്നെയാണ്, ഫോറിനിൽ ഇൻലാൻഡ് തന്നെയാണ്. ഓക്കെ, അപ്പം ഇൻലാൻഡ് ഇൻ നേച്ചറാണ് ഏതെന്ന് പറയുക, ഡിപ്പാർട്ട്മെൻറ്റ്സ്. കാരണം അവർ ഒരു റൂഫിനകത്ത് തന്നെയായിരിക്കും. അതുകൊണ്ട് രണ്ട് കൺട്രീസിലായി വരില്ലല്ലോ, ഒരിക്കലും അങ്ങനെ വരില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻലാൻഡ് ഇൻ നേച്ചർ ആയിരിക്കും. ബട്ട് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് എന്തായിരിക്കാം, ഇൻലാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താകാം, ഫോറിൻ ആകാം. ഓക്കെ, ലാസ്റ്റ് ഡിഫറൻസ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഡിസൈനിങ്. On the basis of designing in branches, all the branches are designed in such a way that they look alike. അപ്പം ഒരേ രീതിയിലായിരിക്കും. ഇപ്പം ബ്രാഞ്ചസിന് സപ്പോസ് അവർക്കുള്ള ട്രേഡ് മാർക്ക് എന്ത് കാര്യങ്ങളാണെങ്കിലും സെയിം തന്നെയായിരിക്കും. ഇപ്പം നമ്മൾ ഹെഡ് ഓഫീസ് ഇപ്പം ഒരെണ്ണം കൊട്ടിയത്താണ് ഹെഡ് ഓഫീസ്, കൊല്ലത്ത് നമ്മൾ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ കൊട്ടിയത്ത് എന്താണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എന്താണോ അതിൻ്റെ പിന്നെ അവർ അട്രാക്ഷന് വേണ്ടിയിട്ട് എന്താണോ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്, അത് തന്നെയായിരിക്കും എവിടെയും ചെയ്യുക, കൊല്ലത്തും ചെയ്യുക. ഓക്കെ, അപ്പം വേറൊരിടത്ത് ഓപ്പൺ ചെയ്താലും സെയിം ഡിസൈൻ തന്നെയായിരിക്കും അവിടെ യൂസ് ചെയ്യുക. ബട്ട് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഡിസൈൻഡ് ഡിസ്റ്റിങ്ക്റ്റ്ലി ആസ് പെർ റിക്വയർമെൻറ്റ്സ്. അവരുടെ റിക്വയർമെൻറ്റ്സിനായിരിക്കും. സപ്പോസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ സപ്പോസ് ഇപ്പം നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോറൂമിൽ കയറി കഴിയുമ്പോഴത്തേനും അവിടെ വിമൻസിൻ്റെ ഉണ്ടാകാം, ചൈൽഡിൻ്റെ ഉണ്ടാകാം, അല്ലേ, ബോയ്സിൻ്റെ ഉണ്ടാകാം, ഗേൾസിൻ്റെ ഉണ്ടാകാം, അതുപോലെ ജെൻസിൻ്റെ ഉണ്ടാകാം, അല്ലേ. അപ്പോൾ ഇവിടെ ഓരോരുത്തടത്തും ഒരേ ഡിസൈൻ ആയിരിക്കില്ല. അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ ഇപ്പം ഫുഡ് വെയർ ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഡിസൈൻ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് എന്താണ് ഓൺ ദ ബേസിസ് ഓഫ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദർ ആർ 8 ഡിഫറൻസസ് ബിറ്റ്വീൻ ബ്രാഞ്ചസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഡിയർ സ്റ്റുഡൻസ്, വാച്ച് ദ വീഡിയോസ് കെയർഫുള്ളി ആൻഡ് watch and listen the videos carefully and try to work out the assignment question. What are the differences between branches and departments?